വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ആരോ മുട്ടിയിരുന്നു. സോ ഫ്രം സോ കന്നഡയിൽ നിന്നും ഈ കുറി കേരളത്തിലേക്ക് വന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് സോ ഫ്രം സോ, സുലോചന ഫ്രം സോമേശ്വരം. ഈ ചിത്രം 5 കോടി മുടക്കുമുതലിൽ വന്ന് ഏതാണ്ട് 120 കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടി ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ചിത്രമാണ്. എനിക്ക് തോന്നുന്നു കന്നഡ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു ടോപ്പ് 5 കളക്ഷൻസിൽ ഇപ്പോൾ സോ ഫ്രം സോ ഉണ്ടാവും. അതുപോലെ ഈ വർഷത്തെ കന്നഡയുടെ ഇയർ ടോപ്പറുമാണ് സോ ഫ്രം സോ. ചിത്രം തിയേറ്ററിൽ വന്ന സമയത്ത് ഭയങ്കരമായ എക്സ്ട്രാ ഓർഡിനറി റിവ്യൂ ഒക്കെയാണ് കേട്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ആ ടൈമിൽ നമ്മുടെ സുമതി വളവ് കളിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ സുമതി വളവ് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞു സുമതി വളവ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ചിത്രം കാണുക, കാരണം രണ്ടും ഒരു ഹൊറർ കോമഡി കാറ്റഗറിയിൽ വരുന്നതാണ്, ഇത് കുറച്ചും കൂടി എൻഗേജിങ് ആണ്, എൻ്റർടൈനിങ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ ഷോ ടൈം എല്ലാം വളരെ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചിത്രം തിയേറ്ററുകളിൽ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ ഈ ചിത്രം OTT-യിൽ കണ്ടു. നമ്മൾ അതിൻ്റെ ഒരു OTT റിവ്യൂ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അശോകന്റെ മേത്തൊന്ന് ബാധയേറിന്ന്. അതെ, മന്ത്രവാദിയെ കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത ഉണ്ട്. ചിത്രത്തിലേക്ക് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു ചിത്രം. അതിനപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ചിത്രമായിട്ടൊന്നും എനിക്ക് ഈ ചിത്രം തോന്നിയില്ല. കാരണം അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് റിവ്യൂ കേട്ട് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, എന്നാൽ മോശമാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. വാച്ചബിളാണ്. അതിൻ്റെ ഒരു പ്രധാന റീസണായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം, ഹിന്ദി, തെലുഗു, തമിഴ് ഇതിലൊക്കെ അഭിനയിക്കുന്ന നടന്മാരെയും സപ്പോർട്ടിംഗ് റോൾ ചെയ്യുന്നവരെയൊക്കെ നമുക്കറിയാം. പക്ഷെ കന്നഡ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവരൊന്നും അറിയില്ല. അത് ഒരു പ്രധാന റീസണാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ സിനിമയുടെ ഒരു ആസ്വാദനത്തിൽ എന്നെ പേഴ്സണലി ബാധിച്ചോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. എനിവേ, ചിത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു ചിത്രമായിട്ട് തന്നെയാണ് തോന്നിയത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ ഒരു കോമഡി റോൾ ചെയ്യുന്നൊരു ക്യാരക്ടറിനൊക്കെ ഒരു ഭയങ്കര ബിൽഡപ്പ്, ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മലയാള സിനിമകളിൽ സുരാജ് ഏട്ടനൊക്കെ വന്നിറങ്ങുമ്പോൾ ചില ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ, അതേപോലെ. പക്ഷേ ഈ ക്യാരക്ടർ അല്ലെങ്കിൽ നടൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അതിലൊന്നും ഒരു ഫീല് കിട്ടിയില്ല എനിക്ക് പേഴ്സണലി. ഇതെൻ്റെ സ്ട്രിക്ട്ലി പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഇത് കണ്ടു നോക്കാവുന്നതാണ്. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതുമാണ്. കാരണം അമിതമായ ഒരു പ്രതീക്ഷ ഈ ചിത്രത്തിന്മേലുണ്ടെങ്കിൽ അമിതമായ പ്രതീക്ഷയ്ക്കുള്ളതൊന്നും ആ ചിത്രത്തിലില്ല. പക്ഷേ വാച്ചബിൾ ആയിട്ടുള്ളൊരു പടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയാൻ കാരണം. പിന്നെ ചിത്രത്തിൻ്റെ പ്രകടനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് രാജ്ബി ഷെട്ടിയാണ്. പുള്ളി അടിപൊളിയായിട്ടുണ്ട്. രാജ്ബി ഷെട്ടിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, കന്നഡ ഇൻഡസ്ട്രിയിലെ ഒരു പ്രമുഖനായ ആർട്ടിസ്റ്റാണ്, നിർമ്മിതാവാണ്, സംവിധായകനാണ്. കൂടാതെ ഈയിടെ മമ്മൂക്ക നായകനായ ടർബോ എന്ന ചിത്രത്തിൽ വില്ലൻ റോൾ ചെയ്ത് അദ്ദേഹം മലയാളത്തിലേക്ക് അരങ്ങേറിയിരുന്നു. ടർബോയിൽ പുള്ളി ഏത് ക്യാരക്ടർ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഒരു പേടിത്തൊണ്ടനായ, നിസ്സഹായനായ ഒരു സന്യാസി, അല്ലെങ്കിൽ ഒരു പ്രേതചിത്രമാണ്. അപ്പോൾ പ്രേതത്തിൻ്റെ ബാധയെ ഒഴിപ്പിക്കാൻ വരുന്ന ആളായിട്ടാണ്. പക്ഷെ പുള്ളിയുടെ കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പുള്ളി എൻ്റെ സീനൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ബാക്കിയെല്ലാം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കണ്ടു നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ചിത്രം റിലീസായിട്ടുണ്ട്. ഇന്നലെ തൊട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഒരു പ്രാവശ്യം കണ്ടു നോക്കാവുന്ന ഒരു ചിത്രമാണ് സോ ഫ്രം സോ. അതിനപ്പുറത്തേക്ക് ഒരു ഭീകരമായുള്ളൊരു പടമാണെന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമായി വീണ്ടും കാണുന്നവരെ രമേശന്റെ മോന്റെ മേത്ത് കയറിയ പ്രേതം ഇതുവരെ പോയില്ലെന്ന്.